terhil, Kia terhil, terhil, Kia terhil. ഇത് ഞാൻ പിള്ളേർക്ക് 10 രൂപ എടുത്തിട്ട് പഠിപ്പിച്ചതാ. എല്ലാരും പാട്. Kia terhil, Kia terhil, Kia Hi guys, I am back. ഈ ഡോഗ് പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് ചെയ്തു കൂട്ടുന്ന പരിപാടിയാണ് ഗൈസ് ഇത്. ബോധം കെട്ട് ഉറങ്ങുന്ന നായിന്റെ അടുത്ത് പോയിട്ട് ഇതേപോലെ അടങ്ങാറാക്കും. സംഭവം ഒരു തരം കോമഡിയൊക്കെ തന്നെയാണ്. പാവം നല്ലോണം ഫുഡ് അടിച്ച് കടന്നുറങ്ങുന്നതാണ് ഗൈസ്. പാവം പേടിച്ച് മറച്ച് തുള്ളി പാഞ്ഞ് നിലത്തിലും വീണ് നടുപ്പുറല്ല അടിച്ച് പെരങ്ങിപ്പോയി ഐസ്. അതാ കടിക്കടിക്ക് ഉറങ്ങുന്നവനെ ഇടങ്ങാറാക്കി എന്റെ കുണ്ടിക്കടിക്ക്. ഇതെന്ത് ഇത് കൊരങ്ങനാ? ഓ കൊരങ്ങന്റെ വേഷം കെട്ടിട്ട് പേടിപ്പിക്കാൻ പോകുന്നതാണ് ഗൈസ്. ഈ നായി ഇന്ന് പേടിച്ച് തൂറും. പഞ്ചാബ് അടിച്ചിട്ട് ഉറങ്ങുന്ന ഗൈസ്. വിളിച്ചിട്ട് എണീക്കുന്നില്ല. നായിന്റെ പകുതി ജീവൻ പോയിട്ടുണ്ടാവും. പെട്ടി തലയിലിട്ടിട്ട് എന്താ സംഭവം പോലും തിരിയാണ്ട് പെട്ടി തന്നെ മൂടടിച്ച് പെരങ്ങിട്ട് ഓടുന്ന നായി. ഇവിടുത്തെ നായിലാണെങ്കിൽ ഉറപ്പാണ് കൈസ് കുണ്ടി അടിച്ച് പറിക്കും. പിന്നെയും കുരങ്ങ. Bonk, bonk, bonk. Oh no. Oh no. ഇത് കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ചാൻ തോന്നുന്നുണ്ട് ഗൈസ്. അല്ലാണ്ട് ഇങ്ങനെ ഒന്നും ഉറങ്ങൂല. തലക്കെട്ടൊന്നും കൊടുത്തിട്ട് പോലെ എണീക്കുന്നില്ല ഗൈസ്. ഈ പ്രാങ്കാൻ പോയോ മൂഞ്ചി. ഈ സ്ഥാനത്ത് പൂച്ചയാണെങ്കിൽ ഒരിക്കലും നടക്കൂല ഗൈസ്. കാരണം നമ്മുടെ ഈ നടന്ന അരിയത്തെത്തുന്നതിന് മുമ്പ് എന്നെ പൂച്ച എണീക്കും. ഇവന്റെ ഉറങ്ങുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ കഷ്ടപ്പെടലുണ്ട് ഗൈസ്. ഞാൻ മാക്സിമം സൗണ്ട് ഇല്ലാണ്ട് ഇവന്റെ അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ നോക്കുന്നപ്പോഴത്തേക്ക് ചേർത്ത് എണീക്കും. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഉറങ്ങും പോലെ ഈ പൂച്ചകൾ ഫുൾ അലേർട്ട് ആയിട്ട് ഉണ്ടായി. ഗൈസ് നേരത്തെ കണ്ട പട്ടികളിൽ നിന്ന് ഈ പട്ടി കുറച്ച് ഡിഫറെന്റ് ആണ് ഗൈസ്. അവൻ കുറച്ച് അഗ്രസീവ് ആണ്. പണ്ട കണ്ട തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടോ?
അല്ല ഞാനതല്ലേ വിചാരിക്കുന്നത്, എന്ത് ധൈര്യത്തിൽ ഈ നായിനെ പ്രാങ്കാൻ പോകുന്നത്. ഞാൻ പറയില്ല, ഈ നാട്ടിലത്തെ നായ്ക്കളാണെങ്കിൽ ഉറപ്പായിട്ട് മുണ്ടി അടിച്ചു പറിക്കും. സത്യം പറയില്ല, എനിക്ക് ഈ നായ്ക്കൾ അത്ര ഇഷ്ടമല്ല. എല്ലാ നായ്ക്കളല്ല, ചില നായ്ക്കളാണ്. ഈ പട്ടികളെല്ലാം 4ാം ക്ലാസ് മുതൽ ഓടിക്കാൻ തുടങ്ങുന്നുണ്ട് ഗൈസ്. പണ്ട് ഞാൻ സ്കൂളും ട്യൂഷനും എല്ലാം നടന്നിട്ടാണ് പോകുന്നത് ഗൈസ്. ഈ നായ്ക്കൾ എന്നെ അവിടെ കണ്ടു കഴിഞ്ഞാൽ എന്റെ പയ്യനെ വായി കുണ്ടിക്കടിക്കാൻ വേണ്ടിയിട്ട് എന്നെ ശരിക്കും എന്നെ ഇപ്പോഴത്തും കൂടി ഈ ചേർത്തങ്ങൾ എന്നെ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ ഉള്ള പറയല്ലേ, ഇന്നേ വരെ ഒരൊറ്റ നായ്പ്പട്ടിക്കും എന്നെ തൊടാൻ പോലും കിട്ടിയിട്ടില്ല. കാരണം ഈ നായ് പയ്യനെ വായുന്ന സമയത്ത് നമുക്കൊരു സൂപ്പർ പവർ കിട്ടും ഗൈസ്. ആ പവർ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മളല്ല. എന്നൊക്കെ പവർ കിട്ടിയാലും ഞാൻ ആ മതിലും കടങ്ങളെ പറന്നേയിരിക്കും. ശരിക്കും ഒരു 7 സ്റ്റെപ്പുള്ള സ്റ്റെപ്പ് ഞാൻ താഴെന്ന് മുകളിലോട്ടേക്ക് പറന്നേയിരിക്കും. അതെങ്ങനെയാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ഗൈസ്. ഞാൻ അതിനുശേഷം ഒരു 10 പ്രാവശ്യം ട്രൈ ചെയ്തിക്ക് ഞാൻ ആ സ്റ്റെപ്പ് കയറിയിട്ട്. എനിക്ക് ഇതുവരെയായിട്ട് അങ്ങനെ കയറാൻ പറ്റിയിട്ടേ ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, നായ് പയ്യനെ വായ സമയത്ത് നമുക്കൊരു സൂപ്പർ പവർ കിട്ടും. ആ പവർ കിട്ടി കഴിഞ്ഞാൽ മതിലും കടകളെ നമ്മൾ തുള്ളി പറന്ന് ഓടും. ഈ പവർ അങ്ങനെ എല്ലാവർക്കും ഒന്നും കിട്ടൂല, ചില ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ആയിരിക്കും കിട്ടിക്കേണ്ട കമന്റ് ചെയ്യുക. അതാ ഓൻ പോയിട്ട് ഓന്റെ ടീംസിനെ കൂട്ടിട്ട് വന്ന് മിക്കവാറും കുണ്ടി അടിച്ചു പറിക്കും. ഇതെന്താടാ ഇത്? മുതലയാ? ഇതിനെ കണ്ടിട്ട് അനക്കന്നെ പേടിയാന്നുണ്ടല്ലോ. ഈ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഇട്ടിട്ട് കൈസാർക്ക് ചിരി വരുന്നത്. ഈറ്റങ്ങൾ ഉറങ്ങാനും സമ്മതിക്കൂലെന്ന് പറഞ്ഞാല് ഉറങ്ങാനും സമ്മതിക്കൂല തേണ്ടികള്. ഈ നായ ആദ്യം അത് കണ്ടുപോയി ഗൈസ്. അവന്റെ അത്ര പേടിയൊന്നും തോന്നിയിട്ടില്ല. ഓനെ ബടിയെടുത്ത് കുത്തിയിട്ട് അടങ്ങാറാക്കിട്ട് അവനെ പായിപ്പിച്ചത്. നായിക്കറിയാവുന്ന ഭാഷയിലെല്ലാം തെറി വിളിക്കുന്നുണ്ട്. മനുഷ്യന്മാർക്ക് തീയാത്തോണ്ടാണ്. ഈച്ചയിൽ ഉറങ്ങാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടം തന്നെ ഗൈസ്. ഇതൊന്നും കണ്ടിട്ട് ഞാൻ പ്രാങ്ക് ചെയ്യാൻ നിൽക്കരുത്. ഉറപ്പായിട്ട് മുണ്ടിക്ക് അടിയിട്ടു. പിന്നെ പട്ടത്തിന് നീളത്തിലല്ലേ മുണ്ടിക്ക് കൂലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഗൈസ് വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. മൈക്ക് വരെ അടിക്കാളാ. അവിടെ കടക്കി എനിക്ക് അതിലെ പഠിച്ചില്ലടാ തെണ്ടി. അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.